സോ ഗൈസ്, നമ്മുടെ വൺ പീസ് ചാപ്റ്റർ 1177 സ്പോയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാലഞ്ചിൻ്റെ 15th ഡേ ആണ് ഇന്ന്. നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനൽ ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിവിടെ എത്താൻ പറ്റിയത്. സോ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് 10K ആവാൻ ഇത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി ഇനി വേണം. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 15 ദിവസം കൊണ്ട് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളോട് പറ്റുന്ന രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം എത്ര ആവുമെന്ന്. സോ ഞാനധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഫ്യൂരിയസ് എന്നാണ്. സംഭവം ആരോ ദേഷ്യത്തിലാണുള്ളത്. ആരെക്കൊണ്ടാണ് ഉദ്ദേശിച്ചതെന്ന് ഇവിടെ മനസ്സിലായിട്ടില്ല. ഇമു ആണോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കിയാണോ അല്ലെങ്കിൽ നമ്മുടെ ലൂഫിയാണോ, ആരാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാപ്റ്ററിന് കവർ സ്റ്റോറിയോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ സോറോൻ്റെ സ്ക്വാഡും മറ്റുള്ള ഡോമി റിവേഴ്സ് ജയൻസിനെതിരെ അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്നതാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം എനിക്ക് തോന്നുന്നത് ഇപ്പം ഡോമി റിവേഴ്സ് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോൾ തിരിച്ച് നോർമൽ ഫോമിലേക്ക് വരുമായിരിക്കും. കാരണം സോറോന് മറ്റുള്ള ജയൻസിനൊന്നും ഡിഫീറ്റ് ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ നമ്മുടെ ചോപ്പറും ബാറ്റിലിൽ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. ചോപ്പർ മോൺസ്റ്റർ പോയിന്റിലേക്ക് ട്രാൻസ്ഫോം ആവുകയും ഒരു ജാൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ജാൻറ്റ് പെട്ടെന്ന് തന്നെ ഡോമി റിവേഴ്സ് ഫോമിൽ നിന്ന് നോർമൽ ആവുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായ നമ്മുടെ ചോപ്പർ ഒരു ഡോമി റിവേഴ്സ് ജാൻറ്റിനെ കൊന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ മുഴുവൻ ഫൈറ്റ് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, മറ്റുള്ള സ്ട്രോ ഹാറ്റ്സിനെയും ഇപ്പോൾ നമ്മുടെ ഓടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു ഡ്രീം മോൺസ്റ്ററെ നമ്മുടെ ഫ്രാങ്കി വളരെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഈ ചാപ്റ്ററിൽ നമ്മുടെ ചോപ്പർ. പിന്നെ അടുത്ത ലൈനിലുള്ളത് നമ്മുടെ സാഞ്ചിൻ്റെ ഗ്രൂപ്പും കൂടി നമ്മുടെ കില്ലിംഗ് ഹാമിനെ ഇവിടെ കെട്ടിയിടുന്നുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ കില്ലിംഗ് ഹാമിനെ നമ്മുടെ സാഞ്ചി ജീംബേനോട് നോക്കാൻ പറയുകയാണ് ഇവിടെ ഉണ്ടായത്. സോ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. നമ്മൾ വിചാരിച്ചത് കില്ലിംഗ് ഹാം ഒരു നല്ല ഫൈറ്റ് കൊടുക്കുമെന്നായിരുന്നു. പക്ഷേ കില്ലിംഗ് ഹാമിനെ നമ്മുടെ സാഞ്ചി പെട്ടെന്ന് തന്നെ എടുത്ത് കെട്ടിയെടുത്തതെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. എല്ലാ ഹോളി നൈറ്റ്സും വളരെ വീക്കായിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫൈനൽ മൂവ്മെൻ്റ് ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വന്ന് ഇവർക്കൊരു പവർ ഉണ്ടാകുന്നതിന് പ്രതീക്ഷിക്കാം. ഇതേപോലെ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു നമ്മുടെ ഷെംറോക്ക്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കില്ലിംഗ് ഹാം ഇവിടുന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിനർത്ഥം നമ്മുടെ സാഞ്ചി കില്ലിംഗ് ഹാമിനുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് കില്ലിംഗ് ഹാമിന് നല്ല രീതിക്കുള്ള ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല കില്ലിംഗ് ഹാമിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ സാഞ്ചി അറ്റാക്ക് ചെയ്തത് കൊങ്കറാക്കി യൂസ് ചെയ്തിട്ടാണോ അല്ലയോ എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. അല്ലെങ്കിൽ സാഞ്ചിയുടെ ജെനറ്റിക്സ് വെച്ച് നമ്മുടെ ഹോളി നൈറ്റ്സിനെ അതുപോലെ തന്നെ 5 എൽഡേഴ്സിൻ്റെയും റീജനറേഷനെ ബാധിക്കുന്ന രീതിയിലുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നമ്മുടെ സാഞ്ചി കൊങ്കറാക്കിയ വെക്കും ചെയ്യുന്നതിന് പകരം ഇതായിരിക്കും നമ്മുടെ സാഞ്ചിക്ക് കിട്ടാൻ പോകുന്ന പവർ അപ്പ്. ഒരു പക്ഷേ നമ്മുടെ സാഞ്ചി ബ്ലാക്ക് ഫ്രെയിം അൺലോക്ക് ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗോഡ് ഊസാപ്പ് ഇവിടെ വളരെ ദേഷ്യത്തിലാണുള്ളത്. ആ ദേഷ്യം കൊണ്ട് ഗോഡ് ഊസാപ്പ് ഇമൂൻ്റെ മുന്നിൽ പോയിട്ട് ഇമൂന ഒരു കൗഡാണെന്ന് പറയുകയും ഇതുപോലത്തെ ചെറ്റ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണോ എൽബാഫിലെ ജാൻ വാരിയേഴ്സിനോട് ഫൈറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നിനക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നിൻ്റെ കൈ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് നമ്മുടെ ഇമൂനോട് ഒരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഊസോപ്പിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 2-3 ചാപ്റ്ററിനുള്ളിൽ ഒരു പക്ഷേ ഊസോപ്പിന് നല്ല രീതിക്കുള്ള ഒരു പവറപ്പ് കിട്ടിയേക്കാം. നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ തന്നെ നമ്മുടെ ഊസോപ്പ് എൽബാഫ് ആർക്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത ലൈനിൽ നോക്കുകയാണെങ്കിൽ ഊസോപ്പ് ഒരു എക്സ്പ്ലോഷൻ ഷോട്ട് നമ്മുടെ ഇമൂനെതിരെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇമു പെട്ടെന്ന് മൂവ് ചെയ്യുകയും നമ്മുടെ ഊസോപ്പിൻ്റെ മുന്നിൽ അപ്പിയർഡായെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവുകയും അത് എല്ലാവരെയും ബാധിച്ചെന്നും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഊസോപ്പും നമ്മുടെ ബ്രൂക്കും അൺകോൺഷ്യസ് ആയി കിടക്കുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ബ്രൂക്കിനെ നമ്മുടെ ഇമു അറ്റാക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇമൂണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പേടിച്ചതുപോലെ കിടക്കുന്നതാണെന്ന് ഇവിടെ പറയുന്നില്ല. പിന്നെ നമ്മൾ അടുത്ത ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂഫിക്ക് വളരെ ദേഷ്യം പിടിക്കുകയാണ് നമ്മുടെ ഊസോപ്പിൻ്റെയും അതുപോലെ തന്നെ ബ്രൂക്കിൻ്റെയും ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇമു പറയുന്നുണ്ട് നമ്മുടെ നിക്കനോടും നിധിഹോഗിനോടും നിങ്ങൾ ഒന്നെങ്കിൽ സറണ്ടർ ആവുക അല്ലെങ്കിൽ മരിക്കുക എന്ന്. ഈ ഒരു ബാറ്റിൽ ഈ വേൾഡിനെ 2ആയി മുറിക്കുന്നതായിരിക്കും എന്നാണ് ഇമു ഇവിടെ പറയുന്നത് ഇവരോട് 2 പേരോടും. സോ ഈ ഒരു ഡിക്ലറേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എൽബാഫ് ആർക്ക് എങ്ങനെയായിരിക്കും എൻ്റെ ആവാൻ പോകുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം നമ്മുടെ ഇമൂസാമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമൂസാമ എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് റിട്രീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതിനർത്ഥം നമ്മുടെ എൽബാഫ് ആർക്ക് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ആർക്കാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ബ്രൂക്കിൻ്റെയും ഗംഗുവിൻ്റെയും ബാക്ക് സ്റ്റോറി കാണിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. പിന്നെ ഇതിൻ്റെ അവസാനം എഡിറ്റർ പറയുന്നുണ്ട് അവർ 3 പേരും അങ്ങനെ ഒരുമിച്ച് കണ്ട്. ഈ ഒരു സംഭവത്തോടെയാണ് ഈ ചാപ്റ്റർ എൻഡ് ആവുന്നത്. ഈ സ്പോയിലറിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ചാപ്റ്റർ ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ 30 ഡേയ്സിനുള്ളിൽ 10K എന്ന് പറഞ്ഞ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ എല്ലാവരും സഹായിക്കുക. സോ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു കാണുന്നൊരു ബൈ.